നമസ്കാരം, നിഖിലാണ്. വാഹനരംഗത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായെത്തുന്ന ഡിജി ഡ്രൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മളുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോ എക്സ്പോ ആയിട്ടുള്ള, അതായത് വരാനിരിക്കുന്ന വർഷം നമ്മളുടെ വാഹന വിപണിയിലേക്ക് അവതരിപ്പിക്കാനുള്ള വാഹനങ്ങൾ, ടെക്നോളജികൾ ഒക്കെ അവതരിപ്പിക്കുന്ന ഭാരത് മൊബിലിറ്റി എക്സ്പോയിലാണ്. ഈ എക്സ്പോയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ വാഹന നിർമ്മാതാക്കളുടെയും സ്റ്റാളുകളുണ്ട്. ഈ ഒരു ഓട്ടോ എക്സ്പോയുടെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ, ഔദ്യോഗികമായിട്ട് ഈ ഓട്ടോ എക്സ്പോയ്ക്ക് ഉദ്ഘാടനം നിർവഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഓട്ടോ എക്സ്പോയുടെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോയാലോ. നമ്മളിപ്പോൾ ഉള്ളത് കിയയുടെ സ്റ്റാളിലാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അട്രാക്ഷൻ 3 മോഡലാണ്. കിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ കാർണിവലിൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ വന്നിട്ടുണ്ട്, നമുക്ക് കാണാം. ഒപ്പം തന്നെ EV6 ഒരു അപ്ഡേറ്റേഷൻ വന്നിട്ടുണ്ട്. ഒപ്പം EV9 ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ 3 വാഹനങ്ങളാണ് പ്രധാനമായും. ഒപ്പം തന്നെ സിറോസും ഈ ഒരു അവരുടെ സ്റ്റാളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കിയയുടെ സ്റ്റാളിലെ വിശേഷങ്ങൾ കാണാം. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് EV9 ആണ്. ഒപ്പം EV6 ഇവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൽ പ്രധാനപ്പെട്ട സവിശേഷത ഈ ഒരു 20 ഇഞ്ചിൻ്റെ ആ ഒരു അലോയ് വീല് തന്നെയാണ് കേട്ടോ. 50.8 സെൻറ്റിമീറ്റർ, അതായത് 20 ഇഞ്ചിൻ്റെ സ്പോർട്ടി ക്രിസ്റ്റൽ കട്ട് അലോയ്സാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഡിസൈനൊക്കെ വളരെ മനോഹരമാണ്. ഈ ഒരു വാഹനത്തിൽ വെഹിക്കിൾ ടു ലോഡ് ഉണ്ട്, അതായത് പുറത്തേക്ക് നമുക്ക് പവർ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ഇങ്ങനെ പുറത്തേക്ക് പവർ എടുത്ത് ഇങ്ങനെ പോയി ഇതിൽ കത്തുന്ന ഈ ലൈറ്റുകളും ഇതെല്ലാം ഈ ഒരു പവർ ഉപയോഗിച്ചിട്ടാണ്. അതായത് ഇവിടെ ഒരു കിയ സ്മാർട്ട് ഹോം പവേർഡ് ബൈ EV9 എന്ന ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം കത്തുന്നത് ഈ ഒരു വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഈ ഒരു പവർ ഉപയോഗിച്ചിട്ടാണ്. ഈ സ്റ്റാളിലെ ഏറ്റവും ഹൈലൈറ്റ് ഈ ഒരു കാർണിവൽ ഹൈ ലിമോസിൻ എന്നുള്ളതാണ്. അതിൻ്റെ മുകളിലേക്ക് കണ്ടില്ലേ ഒരു സ്പെഷ്യൽ റൂഫൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. വളരെ മികച്ചൊരു പ്രീമിയം ഫീൽ തന്നെ വാഹനം നമുക്ക് നൽകുന്നുണ്ട്. ഇതിൻ്റെ ലുക്കും ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ഇൻറ്റീരിയർ ഇതൊക്കെ വളരെ പ്രീമിയം ഫീൽ തന്നെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ സെക്കൻഡ് റോയിലും മനോഹരമായ ഒരു ഡിസൈൻ തന്നെയാണ് കിയ ഒരുക്കിയിട്ടുള്ളത്. ഇതാണ് ഏറ്റവും പുതിയ കിയയുടെ EV6 അപ്ഡേറ്റഡ് വെർഷൻ. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത കാണിച്ചത് മെമ്മറി സീറ്റ് ഫംഗ്ഷൻ ഉണ്ട്. സീറ്റ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ആയി നിൽക്കും. ഉൾഭാഗത്തേക്ക് വരുമ്പോൾ അതുകൊണ്ടാ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വാഹനത്തിലുള്ളത്. ഈ ഹ്യുണ്ടയുടെ പവലിയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും പ്രധാന ആകർഷണം ഇലക്ട്രിക് വെഹിക്കിൾസ് തന്നെയാണ്. കാരണം അവരുടെ ഏറ്റവും പുതുതായിട്ട് ഉള്ള ആ ഒരു ക്രെറ്റ ഇലക്ട്രിക് ഇവിടെയുണ്ട്. ഒപ്പം തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഹൈഡ്രജൻ വെഹിക്കിൾ അടക്കമുള്ള വാഹനങ്ങളും അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനി ഇന്ത്യയിലേക്ക് വരാനിരിക്കുന്ന ചില മോഡലുകൾ, അതായത് ഗ്ലോബൽ മാർക്കറ്റിൽ അവൈലബിൾ ആയ ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് മോഡലുകളും അവരിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഹ്യുണ്ടയുടെ സ്റ്റാറിയ എന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ പേര്. സ്റ്റാറിയ എന്നാണ് ഈ വാഹനത്തിൻ്റെ പേര്. നോക്കുമ്പോൾ നല്ല വലിപ്പമുള്ളൊരു വാഹനമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ. നല്ല വലിപ്പമുള്ള ഒരു വാഹനമാണ് എന്ന് പറയാൻ സാധിക്കും. കാരണം അത്യാവശ്യം നല്ല വലിയ വാഹനം തന്നെയാണിത്. ഇതിപ്പോൾ ഇന്ത്യൻ വിപണിയിലേക്കില്ല, എപ്പോഴെത്തും എന്നവർക്കറിയില്ല. നിലവിൽ ഗ്ലോബൽ മാർക്കറ്റിംഗ് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അവർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ നമ്മുടെ ടൊയോട്ട വെൽഫെയറുമായിട്ടൊക്കെ കിയയുടെ കാർണിവലുമായിട്ടൊക്കെ മത്സരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വാഹനമാണ് ഇതെന്ന് പറയാൻ സാധിക്കും. അത്രത്തോളം വലിപ്പമുള്ള ഒരു വാഹനം, ഒരു പ്രീമിയം അല്ലെങ്കിൽ ഒരു ലക്ഷറി ഫീല് നമുക്ക് നൽകുന്ന ഒരു വാഹനമാണ് ഇത് എന്ന് പറയാൻ സാധിക്കും. കണ്ടില്ലേ, ഇതിന് മുൻഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് വാഹനത്തിൻ്റെ ഒരു എൻജിൻ റൂം എന്ന് പറയുന്നത്. ഇതാണ് ഇതാണ് വാഹനത്തിൻ്റെ ഒരു മുൻഭാഗം എന്ന് പറയുന്നത്. അതായത് ഹ്യുണ്ടായുടെ പല വാഹനങ്ങളുമായി സാമ്യം തോന്നിക്കുന്ന മുൻഭാഗം, എന്നാൽ അതിൽ നിന്ന് വലിയ മാറ്റങ്ങൾ, അതായത് ഈ ഗ്രില്ല് വരെയൊക്കെ ഹ്യുണ്ടായുടെ വാഹനങ്ങൾ സാമ്യത. പക്ഷേ മുകളിലേക്ക് വരുമ്പോൾ മറ്റൊരു ഡിസൈനാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. അങ്ങനെ മനോഹരമായ അലോയ്
വീലുകളൊക്കെ ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. വെൽഫെയറും കാർണിവലും ഒക്കെ പോലെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നതും ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതൊക്കെ. ഇതൊക്കെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സീറ്റുകളാണ്. മൾട്ടിപ്പിൾ മോഡുകൾ ഉള്ള ഇലക്ട്രിക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പം തന്നെ ഇതാ നമ്മുടെ കാലിന് സപ്പോർട്ടൊക്കെ തരുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. പിൻഭാഗത്തൊരു 3 പേർക്ക് സുഖമായി ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതൊരു പ്രീമിയം വാഹനം എന്ന രീതിയിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. അവിടെ നമ്മൾ വീണ്ടും വരുമ്പോൾ പ്രധാനപ്പെട്ട ആകർഷണം ഇത് തന്നെയാണ്. ഈ ക്രെറ്റ ഇലക്ട്രിക് എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ്. അടുത്തിടെ നമ്മുടെ ഹ്യുണ്ടായി അവതരിപ്പിച്ച ഈ ഒരു ക്രെറ്റ ഇലക്ട്രിക്. അതാണ് ഈ ഒരു പവലിയനിലെ പ്രധാനപ്പെട്ട ആകർഷണം. കാരണം അടുത്തായി വിപണിയിലേക്ക് വരാൻ സാധ്യതയുള്ളൊരു വാഹനമായതുകൊണ്ട് തന്നെ ഹ്യുണ്ടായുടെ പവലിയനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ആ ഒരു മോഡൽ ഇതാ ഈ ഒരു ക്രെറ്റ ഇലക്ട്രിക് തന്നെയാണ്. ആ ഒരു വാഹനം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഹ്യുണ്ടായുടെ പവലിയനിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണം ഈ ഒരു അയോണിക് 9 ആണ്. എപ്പോൾ വിപണിയിലേക്ക് എത്തും എന്നടക്കമുള്ള കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു വാഹനം അവർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അവർ ഇത് ചെയ്യുന്നില്ല. ഈ ഒരു ഹൈഡ്രജൻ വാഹനം തന്നെയാണ് ഹ്യുണ്ടായുടെ പവലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത്. അതായത് ഹൈഡ്രജൻ ഫ്യൂൽ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വാഹനം, അതിൽ പ്രവർത്തിക്കുന്ന ഒരു വാഹനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ടൊയോട്ടയുടെ മിറായി കണ്ടിരുന്നു. അത് ഒരു പ്രൊഡക്ഷൻ ടൈപ്പിലേക്ക് എത്തിയിട്ടില്ല. ജസ്റ്റ് പ്രോട്ടോ മാത്രമാണ് അവർ ഇറക്കിയിട്ടുള്ളത്. അതായത് ഒരു ടെസ്റ്റിംഗ് പർപ്പസ് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്, ടെസ്റ്റിംഗ് പർപ്പസാണ്. പക്ഷേ ഇതിന് കമ്പനി പറയുന്ന റേഞ്ച് 666 കിലോമീറ്റർ ആണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. എന്തായാലും ഈ ഒരു വാഹനമാണ് ഹ്യുണ്ടായുടെ പവലിയനിൽ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയാൻ സാധിക്കുന്ന ആ ഒരു വാഹനം ഇതാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് വിൻഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വിയറ്റ്നാം ബേസ്ഡ് ഒരു കമ്പനിയുടെ സ്റ്റാളിലേക്കാണ്. അവർ ഇവിടെ അവരുടെ വാഹനങ്ങൾ പുറത്തിറക്കേണ്ട കുറേ അധികം വാഹനങ്ങൾ അവരുടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് വിൻഫാസ്റ്റിൻ്റെ വൈൽഡ് എന്നാണ് ഈ വാഹനത്തിൻ്റെ പേര്. മുന്നിൽ നോക്കിയാൽ ശരിക്കും ഒരു വൈൽഡ് ലുക്ക് തന്നെ വാഹനത്തിനുണ്ട്. കണ്ടില്ലേ, ഒരു പ്രത്യേക ഡിസൈനുള്ള അലോയൊക്കെയാണ് വാഹനത്തിന് നൽകിയിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മൾ വീണ്ടും വരുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ഇത് കണ്ടോ, മിററാണ് കേട്ടോ. ഇതിലൊരു ക്യാമറ നൽകിയിട്ടുണ്ട്. ഇത്രയും കുഞ്ഞു മിററിൽ നമ്മളെങ്ങനെ കാണുമെന്നൊരു ചോദ്യമുണ്ട്. ഇന്ന് ക്യാമറയിലൂടെ അകത്ത് വ്യൂ നൽകിയിട്ടുണ്ടാവണം. അതിൽ തന്നെ ടെൻറ്റ് കിടന്നുള്ളത് വളരെ കുഞ്ഞൊരു മിററാണ് നൽകിയിട്ടുള്ളത്. ഇതാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ. നമുക്ക് ഇതിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്, നേരത്തെ പറഞ്ഞ വിയറ്റ്നാമീസ് ആണ്. പിന്നെ ഡോറ് 2 സൈഡിലേക്കും തുറക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. നടുക്ക് പില്ലർ നൽകിയിട്ടുള്ള വളരെ മനോഹരമായൊരു ഇൻറ്റീരിയറാണ് വാഹനത്തിലുള്ളത്. ഈ കിടക്കുന്ന 2 മോഡലുകൾ മാത്രമാണ് ഇന്ത്യൻ വിപണിയിലേക്ക് അവർ അവതരിപ്പിക്കുന്നത്. അതിലാദ്യത്തേതാണ് ഇത് VF6 എന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ പേര്. ഇനി മോസ്റ്റ് എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു മോഡൽ ഈ VF7 ആണ്. അടിപൊളി ഒരു പ്രീമിയം ഐറ്റം തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആ വാഹനം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ നമ്മളുള്ളതാ ഇതില്ലേ പിൻഭാഗത്താണ് VF7. ഇതിൻ്റെ പിൻഭാഗത്താണ് നമ്മളുള്ളത്. ഈ സ്റ്റാളിലെ മറ്റൊരു സവിശേഷത ഈ കുഞ്ഞൻ കാറാണ് കേട്ടോ. VF3 എന്നാണ് ഇതിൻ്റെ പേരിട്ടിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു കുഞ്ഞു കാർ കേട്ടോ. ഇതൊരു നമ്മുടെ MG കോമറ്റുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാറ്റഗറിയിലുള്ള വാഹനമാണ്. ഇനി നമ്മൾ ടൊയോട്ടയുടെ പവലിയനിലേക്ക് വന്നാൽ ഇവിടെ നിരവധി വാഹനങ്ങൾ, അതായത് ടൊയോട്ടയുടെ പവലിയനിൽ ഒട്ടനവധി വാഹനങ്ങൾ, നിലവിൽ അവരുടെ നിരയിലുള്ള വാഹനങ്ങളും വരാനിരിക്കുന്ന വാഹനങ്ങളും കുറച്ച് കൺസെപ്റ്റ് വാഹനങ്ങളും ഒക്കെ ആയിട്ട് വലിയൊരു വാഹനങ്ങൾ നിര തന്നെയുണ്ട് ടൊയോട്ടയുടെ ആ ഒരു പവലിയനിൽ. അത് കയറുമ്പോൾ തന്നെ നമ്മൾ സ്വാഗതം ചെയ്തത് ഇത് കണ്ടില്ലേ, ഒരു മുറിച്ച് വെച്ച ഒരു നമ്മളുടെ ഇന്നോവ ഹൈക്രോസ് ആണ്. അതാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. മറ്റൊരു കോൺസെപ്റ്റ് വെഹിക്കിളുണ്ട്, FCEV ആണ്. അതായത് ഹൈലക്സിൻ്റെ ഫ്യൂൽ സെൽ ഇലക്ട്രിക് വെഹിക്കിളാണ്. ആ ഡിസൈനിലൊക്കെ മുൻഭാഗത്തെ ഗ്രില്ലിലടക്കം കാര്യമായ മാറ്റം വാഹനത്തിൽ വരുന്നുണ്ട്. ഇതാണ് ടൊയോട്ടയുടെ ഒരു ഫ്യൂൽ സെൽ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ.
ഈ ഫ്യൂൽ സെൽ എന്ന് പറയുമ്പോൾ അത് ഹൈഡ്രജൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന വാഹനമാണ്, ആണ് ഫ്യൂൽ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മൊഡ്യൂളാണിത്. ഇതാണ് ഈ ഒരു വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഹൈ പ്രഷറായിട്ടുള്ള ഒരു ഹൈഡ്രജൻ ടാങ്ക്. ഇതാണ് ടൊയോട്ടയുടെ BZ4X എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് മോഡലാണ് കേട്ടോ ഇത്. ഈ ഒരു വാഹനം 4 വീൽ ഡ്രൈവ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ഈ ടൊയോട്ടയുടെ പോയിന്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണം കിടക്കുന്ന ലാൻഡ് ക്രൂയിസർ തന്നെയാണ്. ലാൻഡ് ക്രൂയിസറാണ് ടൊയോട്ടയുടെ പവലിയനിലെ മറ്റു പ്രധാനപ്പെട്ട ആകർഷണം. അതൊരു ബ്ലൂ കളറിലൊരു വാഹനമാണ് അവരുടെ ഡെമോയ്ക്ക് നൽകിയിട്ടുള്ളത്. ഹൈലക്സിൻ്റെ പുതിയൊരു കോൺസെപ്റ്റ് വേരിയൻ്റ് കൂടി ടൊയോട്ട പുറത്തിറങ്ങുന്നത്. അതായത് കണ്ടില്ലേ, ഒരു കോൺസെപ്റ്റാണ്, അതായത് ഒരു ഓഫ് റോഡ് കോൺസെപ്റ്റാണ്. അത്യാവശ്യം വാഹനത്തിൽ കുറേയധികം എക്സ്ട്രാ ഫിറ്റിങ്സുകളൊക്കെ വെച്ചുകൊണ്ടൊരു കോൺസെപ്റ്റാണ്. ഇതിനു മുമ്പ് ഹൈലക്സിൻ്റെ പല കോൺസെപ്റ്റ് മോഡലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അതുപോലൊരു ഇതാണ്. എന്തായാലും കാര്യമായ മാറ്റങ്ങളൊക്കെ വാഹനത്തിൻ്റെ ഡിസൈനിൽ വരുത്തിയിട്ടുണ്ട്. ഡിസൈൻ വെച്ചാൽ നിലവിലുള്ള ഡിസൈനിൽ തന്നെ ഇല്ല, കുറേ ആഡോണുകളൊക്കെ ഇത് ചെയ്ത് സ്നോർക്കലൊക്കെ വെച്ച് ടയറുകളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ കുറേ അധികം മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ ഹൈലക്സിൻ്റെ ഒരു ബ്ലാക്ക് എഡിഷൻ വന്നിട്ടുണ്ട്. ഇത് കണ്ടല്ലേ, പ്യുവർ ബ്ലാക്ക്, ഫുള്ളി ബ്ലാക്ക് ആയിട്ടൊരു ബ്ലാക്ക് എഡിഷൻ, ഒരു ഡാർക്ക് എഡിഷൻ വാഹനം ഇപ്പോൾ നമുക്ക് ഹൈലക്സിൻ്റെ വന്നിട്ടുണ്ട്. ഇത് ടൊയോട്ടയുടെ മറ്റൊരു കോൺസെപ്റ്റ് വാഹനമാണ്. എക്സ്ക്രോസ് 1 എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കണ്ടോ, ശ്രദ്ധിക്കപ്പെടുന്ന അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഡോറുകൾ തന്നെയാണ്. ഈ ഡോറുകൾ കണ്ടോ, രണ്ട് സ്ഥലത്തേക്ക്, മുന്നിലേക്കും ബാക്കിലേക്കും സ്ലൈഡ് ചെയ്ത് തുറക്കുന്ന ഡോറുകളാണ്. അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനാണ് ഈ ഒരു വാഹനത്തിൽ ടൊയോട്ട നൽകിയിട്ടുള്ളത്. അതായത് IM5 എന്ന് പറഞ്ഞൊരു വാഹനം ഇവിടെയുണ്ട്. ഇതൊരു നെക്സ്റ്റ് ജനറേഷനാണ്, ഇതൊരു കോൺസെപ്റ്റാണ് ഈ ഒരു വാഹനം. IM6 എന്ന് പറഞ്ഞൊരു വാഹനം ഇവിടെയുണ്ട്. ഇതെല്ലാം ഏകദേശം ഒരേ ഇതിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന അല്ല ഒരേ ടൈപ്പ് ഓഫ് വാഹനങ്ങളാണ്. അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേരിയൻ്റാണ്. ഇതൊക്കെ പ്രോട്ടോ മോഡലാണ്. അല്ലെങ്കിൽ ഇതൊക്കെ നിലവിൽ നമ്മുടെ മാർക്കറ്റിലേക്ക് പ്രൊഡക്ഷനായി വരുന്നതല്ല, ജസ്റ്റ് ഷോ കേസിങ്ങിന് വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ്. പക്ഷേ ഇത് ഭാവിയിൽ നമ്മളുടെ വിപണിയിലേക്ക് വരാൻ സാധ്യതയുള്ള വാഹനങ്ങളാണ്. MG പവലിയനിലെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന വാഹനം ഈ ഒരു സൈബർസ്റ്റർ എന്ന് പറയുന്ന ഇലക്ട്രിക് വാഹനമാണ്. എന്ന് പറഞ്ഞാൽ ഈ വാഹനം നിലവിൽ ഇന്ത്യയിലേക്ക് MG ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വാഹനം ഇത് EV ആണ്. മുകൾ ഭാഗം കൺവേർട്ടബിളാണ്, കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്ന വാഹനമാണ്. പറഞ്ഞല്ലോ ഈ ചാർജിങ് പോയിൻറ്റ് EV ആണ് ഈ ഒരു വാഹനം. ഈ വാഹനത്തിലുള്ളത് 77 കിലോവാട്ട് ബാറ്ററി പാക്കാണ്. ഇത് 450 കിലോമീറ്റർ റേഞ്ചാണ് ഈ ഒരു വാഹനത്തിലുള്ളത് എന്നാണ് MG അവകാശപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ പവർ എന്ന് പറയുന്നത് 510 HP ആണ് പവർ. 725 Nm ഈ വാഹനത്തിൻ്റെ ടോർക്ക് വരുന്നത്. ടോപ്പ് സ്പീഡ് വരുന്നത് 180 km/h. ഒപ്പം തന്നെ 0 to 100 എത്താൻ 3.2 സെക്കൻഡുകൾ മാത്രം മതി ഈ ഒരു വാഹനത്തിൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. അതായത് 3.2 സെക്കൻഡിനുള്ളിൽ ഈ ഒരു വാഹനം നമുക്ക് 0 to 100 എത്തിക്കാൻ സാധിക്കും. പിന്നെ ഈ വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് 60 മുതൽ 70 ലക്ഷം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസായിട്ട് വരുന്നത്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിന് MG നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ADAS ലെവൽ 2 നൽകിയിട്ടുണ്ട്. ഒപ്പം 6 എയർ ബാഗുകളും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഇതൊരു 2 സീറ്റർ വാഹനമാണ്, 2 സീറ്റ് മാത്രമാണ്. ഇന്ത്യയുടെ സൈബർസ്റ്ററിൻ്റെ അകത്താണ് ഇതിനകത്തെ കാഴ്ച. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അകത്തും പൂർണ്ണമായും ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ഡിസൈനാണ്, ഒരു സ്പോർട്ടി ഫീൽ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ഒപ്പം തന്നെ ഒരു കോക്ക്പിറ്റ് ഫീൽ, ഫൈറ്റർ ജെറ്റിൻ്റെ കോക്ക്പിറ്റ് ഫീൽ നൽകുന്നു എന്നാണ് MG അവകാശപ്പെട്ടത്. അങ്ങനെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനും ഉള്ളത്. റെഡ് ആൻഡ് ബ്ലാക്ക് ഡിസൈനിലുള്ള ആ ഒരു സ്റ്റിയറിംഗ് വീല്, ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു കർവ്ഡ് ആയിട്ടുള്ള ക്ലസ്റ്ററും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയും ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, AC യുടെ കൺട്രോൾ അടക്കം ഈ ടച്ച് സ്ക്രീനാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ആ ഒരു റിവേഴ്സ് ന്യൂട്രൽ, ഡ്രൈവ്, പാർക്ക് അതിൻ്റെയൊക്കെ സ്വിച്ച് ബട്ടണുകൾ നൽകിയിട്ടുണ്ട്.
ഇവിടെ ഈ ഒരു ഡോറ് ക്ലോസ് ചെയ്യുന്നതിനും ഒപ്പം തന്നെ റൂഫ് ഓപ്പൺ ചെയ്യുന്നതിനും ക്ലോസ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള ആ ഒരു സ്വിച്ചുകൾ ബട്ടണുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ എ സിയുടെ കൺട്രോൾ സ്വിച്ചുകൾ ഈ ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പം പൂർണ്ണമായും ഇത് ഈ ഒരു ഡ്രൈവർ സൈഡിലേക്ക് ഡ്രൈവർ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇതൊക്കെ നൽകിയിട്ടുള്ളത്. അപ്പം കോ പാസഞ്ചർ സൈഡിലേക്ക് വന്നാലും ഇവിടെയും നീ പറഞ്ഞതുപോലെ റെഡ് ആൻഡ് ബ്ലാക്ക് ഡിസൈനിലുള്ള മനോഹരമായ സീറ്റുകളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. 2 ഡോറുകളും മുകളിലേക്കാണ് തുറക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. MGയുടെ പവലിലുള്ള മറ്റൊരു പ്രധാന വാഹനമാണ് MGയുടെ ഈ ഒരു M9 എന്ന് പറയുന്ന വാഹനം. അതായത് ആഗോള വിപണിയിൽ മിഫ 9 എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വാഹനം ഇന്ത്യൻ വിപണിയിലേക്കും MG അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രീ ബുക്കിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതും ഇലക്ട്രിക് വാഹനമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ 90 കിലോ വാട്ടിൻ്റെ ലിഥിയം ബാറ്ററിയാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. 245 ഹോഴ്സ് പവറാണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. ARAI സർട്ടിഫൈഡ് എന്ന കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച് എന്ന് പറയുന്നത് 430 കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇതൊരു വലിയ വാഹനം തന്നെയാണ്. 5.2 മീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. 2 മീറ്ററാണ് ഈ വാഹനത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. 1.8 മീറ്റർ ഹൈറ്റ് ഈ ഒരു വാഹനത്തിനുണ്ട് എന്നുള്ളതാണ്. ഇതൊരു MPV ഒരു ബോക്സി ടൈപ്പിലുള്ളൊരു MPV ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഇത് MGയുടെ കോമറ്റാണ്. കോമറ്റിൽ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതായത് ഇതിനു മുമ്പുണ്ടായിരുന്ന കോമറ്റ് ഫുള്ളി ബ്ലാക്ക് എഡിഷൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇത് ബ്ലാക്ക് സ്റ്റോം എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഇത് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഫുള്ളി ബ്ലാക്ക് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ റെഡ് എലമെൻ്റ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് BYDയുടെ സ്റ്റാളിലാണ്. അവിടുത്തെ ഇപ്പോൾ ഒരു കിഡിലൽ മോഡൽ കണ്ടിട്ടുണ്ട്. BYD U8 എന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ പേര് വരുന്നത്. ഇത് ചൈനീസ് വിപണിയിൽ ഉള്ള ഒരു വാഹനമാണ്. നമ്മളിപ്പോൾ ഉള്ളത് JBM എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ കമ്പനിയുടെ ആ ഒരു ഇലക്ട്രിക് ബസ്സിൻ്റെ അവരുടെ ഒരു പവലിയനിലാണ്. ഇവിടെ പ്രധാനമായും 4 ബസ്സുകളാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. 4 ബസ്സുകളാണ് പ്രധാനമായും ഈ ഒരു പവലിയനിലുള്ളത് എന്ന് പറയാം. അതായത് ആദ്യത്തെ ഒരു പ്രീമിയം ബസ്സാണ് ഗാലക്സി എന്ന് പറയുന്ന ബസ്. പിന്നെ രണ്ടാമതുള്ളൊരു സ്ലീപ്പർ ബസ്സാണ്. പിന്നെയുള്ളത് ഒരു ആംബുലൻസ് ആണ്. രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് ആംബുലൻസ് എന്ന് പറയാൻ സാധിക്കും. ഇതിൽ മെഡിക്കൽ യൂണിറ്റ് അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ഒരു വാഹനത്തിനുള്ളിൽ. കണ്ടല്ലേ, ഇവിടെയൊക്കെ ഇപ്പോൾ നോർമലാണ്. നോർമലി നമുക്ക് ഇവിടെയൊക്കെ ഓരോ എക്യുപ്മെൻറ്റ്സുകൾ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് പിൻഭാഗത്തേക്ക് 2 സീറ്റ് ഉണ്ട്. ഡോക്ടർമാർ അല്ലെങ്കിൽ ഈ പേഷ്യൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ഇരിക്കണമെങ്കിൽ അവർക്കുള്ള സീറ്റ് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതുണ്ടല്ലേ, ഈ എമർജൻസി സ്വിച്ചാണ്. ഇത് എല്ലാ സീറ്റ് സമീപവും, അതായത് ഇതുണ്ടല്ലേ ഇവിടെ അവിടെയും ഒക്കെ നൽകിയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഇപ്പോൾ പേഷ്യൻ്റ് ഒരു അത്യാവശ്യം വരികയാണെങ്കിൽ പേഷ്യൻ്റ് തന്നെ ഇത് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ എമർജൻസി സ്വിച്ച് ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 3ാമത്തെ വാഹനം. ഇനി ഒരു വാഹനം കൂടിയുണ്ട്. ഇനിയുള്ള നമ്മുടെ 4ാമത്തെ വാഹനമാണ്. ഇത് നമ്മളുടെ എയർപോർട്ടിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ളൊരു വാഹനമാണ്. ഇത് കണ്ടല്ലേ, ഇതും ഇലക്ട്രിക്കാണ്. ഈ അവതരിപ്പിച്ചിരിക്കുന്ന 4 വാഹനങ്ങളും ഇലക്ട്രിക് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ എയർപോർട്ടിൽ കാണുന്ന രീതിയിലുള്ള വാഹനം, അതായത് ഇവിടെ സീറ്റും ബാക്കി ഇവിടെ സ്റ്റാൻഡിങ് സ്പേസ് ഒക്കെ ആയിട്ടുള്ളതാണ് നൽകിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളതൊരു ലക്ഷറി ബസ്സിൻ്റെ ഉള്ളിലാണ്. JBM എന്ന് പറയുന്ന ആ ബ്രാൻഡിൻ്റെ, അതായത് നമുക്ക് ഡൽഹിയിലേക്ക് എത്തുമ്പോൾ ഡൽഹിയിലെ ആ ഒരു സർക്കാർ ട്രാൻസ്പോർട്ട് ബസ്സുകളെല്ലാം ഓടുന്നത് ഈ ഒരു JBMൻ്റെ ബസ്സുകളാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ പറയുകയാണെങ്കിൽ, അതായത് ഇത് നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായും കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബസ്സാണ്. സ്ലീപ്പർ ബെർത്തുകളുണ്ട്. പുഷ് റിക്ലൈനിങ് സീറ്റ് വിത്ത് കാഫ് സപ്പോർട്ടാണ്. കാലിന് സപ്പോർട്ട് തരാൻ സാധിക്കുന്ന രീതിയിലുള്ള സീറ്റുകളാണുള്ളത്. ഒപ്പം ഈ ഒരു സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്ത് സുഖമായി മുകളിൽ സ്ലീപ്പർ ബെർത്തുകൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കിടന്നു പോകുമ്പോഴും കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നുണ്ട്. നല്ല വൈഡായിട്ടുള്ള ആ ഒരു ഗ്ലാസ്സൊക്കെയാണ്, വിൻഡോ ആണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. വളരെ വലിയ വിൻഡോ ആണ്. ഒപ്പം ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് അവിടെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ റേഞ്ച് കൂടുന്നതിന് വേണ്ടിയിട്ട് റീജനറേറ്റീവ് ആയിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റം ഈ ഒരു വാഹനത്തിലുണ്ട്. ഈ ഒരു JBM എന്ന് പറയുന്ന ഈ ഒരു കമ്പനി
ഇവർ നമ്മൾ ഡൽഹിയിലൊക്കെ വരുമ്പോൾ ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, ഡൽഹി മാത്രമല്ല കേട്ടോ, ഡൽഹിയും ഒപ്പം തന്നെ മറ്റ് സ്റ്റേറ്റുകളൊക്കെ ഉത്തർപ്രദേശ് അടക്കമുള്ള സ്റ്റേറ്റുകളിലേക്കൊക്കെ വാഹനങ്ങൾ നിർമ്മിച്ച് നൽകുന്ന ഇവരാണ്. ഒപ്പം ഇൻഡിഗോയ്ക്ക് വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് വേണ്ട ബസ്സുകൾ നിർമ്മിച്ച് നൽകുന്ന ഇവരാണ്. ഇതിൻ്റെയൊക്കെ പല മോഡലുകൾ, അതായത് 4 മോഡലുകളാണ് പ്രധാനമായും JBM ഈ ഒരു ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒന്നാണ് ഈ ഒരു ഗാലക്സി എന്ന് പറയുന്നത്, മറ്റൊന്ന് എക്സ്പ്രസ് എന്ന് പറയുന്നത് മറ്റൊരു ഇൻ്റർസിറ്റി ബസ്സാണ്, സാധാരണ സർവീസ് നടത്തുന്ന ഒരു ബസ്. ഇത് സ്ലീപ്പറാണ്, ഇത് മറ്റേത് നോർമൽ ബസ്സാണ്. പിന്നൊന്ന് മെഡിക്കൽ മൊബൈൽ യൂണിറ്റാണ്, അതൊരു മൊബൈൽ ആംബുലൻസ് എന്ന് പറയാം. ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ആംബുലൻസ് ആണത്. പിന്നീടൊന്ന് സ്കൈ ലൈഫ് എന്ന് പറഞ്ഞാൽ 9 മീറ്റർ ആയിട്ടുള്ള 9 മീറ്റർ ആയിട്ടുള്ള ഒരു ബസ്സാണ്. അപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് അശോക് ലൈലാൻഡിൻ്റെ പവലിയയിലേക്കാണ്. ഇവിടെ ബസ്സും ഒപ്പം മറ്റു ചില വാഹനങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. അശോക് ലൈലാൻഡിൻ്റെ സാത്തി എന്ന് പറയുമ്പോൾ, അതായത് നമ്മളുടെ ദോസ്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് എന്ന് പറയാൻ സാധിക്കും, ഒരു മിനി ദോസ് എന്നൊക്കെ പറയാൻ സാധിക്കുന്ന ഒരു വാഹനമാണ് ഈ സാത്തി എന്ന് പറയുന്നത്. ഈ വാഹനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വാഹനം 1.5 ലിറ്റർ 3 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ ഉള്ളത്. ഒപ്പം തന്നെ ടെർബോ ചാർജ് ഇൻ്റർകൂളറാണ്. വാഹനത്തിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 45 HP ആണ്. മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 110 ന്യൂട്ടൺ മീറ്ററാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഈ മുൻഭാഗത്തെ ഡിസൈനും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനും, അത് രണ്ടുമാണ് പ്രധാനപ്പെട്ട സവിശേഷതകൾ. നേരത്തെ പറഞ്ഞതുപോലെ ദോസ്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് എന്ന് പറയാൻ സാധിക്കും ഈ ഒരു സാത്തി എന്ന് പറയുന്ന മോഡൽ. ഗരുഡ് എന്ന് പറയുന്ന ഈ ഒരു ബസ്സാണ് ലൈലാൻഡ്. ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനുള്ള ഒരു ബസ്സാണ് ഇത്. ഇനി അശോക് ലൈലാൻഡിൻ്റെ പവലിനോട് ചേർന്ന് തന്നെ സ്വിച്ചിൻ്റെ വാഹനങ്ങൾ കിടപ്പുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളാണ്. EV8 എന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ പേരിട്ടിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ഡിസൈനാണ് കേട്ടോ വാഹനത്തിന് മുൻഭാഗത്തൊക്കെ നൽകിയിട്ടുള്ളത്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ദ ഇൻ്റലിജൻറ്റ് EV എന്നാണ് ഈ ഒരു വാഹനത്തിന് ഇവർ പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം ഇതല്ലേ, ഇതിൻ്റെ അലോയ് വീലിലേക്കൊക്കെ വരുമ്പോൾ, ഇതിൻ്റെ വീൽ കപ്പിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായ രീതിയിലാണ് അതൊക്കെ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. മറ്റൊരു വാഹനം ഇവിടെയുള്ളത് IEV4 ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം ഇതും ഇലക്ട്രിക്കാണ്. ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 32.2 കിലോവാട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് 1 മണിക്കൂർ കൊണ്ട് വാഹനം ചാർജ് ചെയ്യാൻ സാധിക്കും. ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഇതാണ് അശോക് ലൈലാൻഡിൻ്റെ ട്രാൻ എന്ന് പറയുന്ന വാഹനം. ഇത് ടെർമിനൽ ട്രാക്ടറാണ്. അത് നമ്മുടെ ഈ പോർട്ടിൽ ഒക്കെ നമുക്ക് ഇത് മൂവ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് നമ്മളുടെ കണ്ടെയ്നറുകളൊക്കെ മൂവ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെർമിനൽ ട്രാക്ടറാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. ഇത് ഇലക്ട്രിക്കാണ്. ഇത് ഈ പോർട്ടിലൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഒരു ഇലക്ട്രിക് വാഹനം തന്നെയാണ്. എന്തായാലും അതാണ്, ഇത്രയൊക്കെയാണ്. അപ്പോൾ അതാണ് ഈ ഒരു നമ്മൾ ഈ അശോക് ലൈലാൻഡിൻ്റെ പവലിയിലേക്ക് വരുമ്പോൾ പ്രധാനമായും നമ്മളെ ആകർഷിക്കുന്ന വാഹനങ്ങളിലൊന്ന് ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മളുള്ളത് മുരുകപ്പ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള മോണ്ട്ര എന്ന് പറഞ്ഞ ആ ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ ആ ഒരു പവലിയനിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോണ്ട്രയുടെ ഇലക്ട്രിക് ഓട്ടോകളൊക്കെ നമ്മൾ വിപണിയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ പുതിയതായി ചില വാഹനങ്ങളും കൂടി നിരത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഏവിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു വാഹനം എത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുപോലുള്ള കുറച്ച് ട്രക്കുകളും, ഹെവി ലോഡ് ട്രക്കുകളും അവർ ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ട്രക്കുകളൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ പ്രോട്ടോടൈപ്പ് ആയിരിക്കും. ഇത് പ്രൊഡക്ഷൻ ടൈപ്പ് അല്ല, ഇതൊക്കെ പ്രോട്ടോടൈപ്പാണ്. അപ്പോൾ ഇങ്ങനെ 2 ട്രക്കുകളുണ്ട്. അപ്പം അവരുടെ ഓട്ടോയുടെ അപ്ഡേറ്റ് ചെയ്ത വെർഷൻ, അതായത് മോണ്ട്ര ഓട്ടോയുടെ അപ്ഡേറ്റ് ചെയ്ത വെർഷനും ഇറക്കിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു വിശേഷങ്ങൾ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ യുഗമാണ്. എല്ലാ വാഹനങ്ങളും ഇലക്ട്രിക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ അടുത്തായിട്ട് നമ്മുടെ വിപണിയിൽ സജീവമായൊരു വാഹനമാണ് മോണ്ട്ര എന്ന് പറയുന്ന കമ്പനി. ആ മോണ്ട്രയുടെ ഒരു വാഹനമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ മോണ്ട്രയുടെ ഓട്ടോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. ഓട്ടോ ഓൾറെഡി നമ്മളുടെ വിപണിയിലുണ്ട്. എന്നാൽ അവർ ഇപ്പോൾ മറ്റൊരു വാഹനം കൂടി പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കണ്ടില്ലേ, ഏവിയേറ്റർ എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ EVയേറ്റർ എന്ന് പറയും. കാരണം EV ആണ്, EV എന്നുള്ളതാണ് മാറ്റി എഴുതിയിരുന്നത്. അപ്പോൾ EVയേറ്റർ എന്നാണ് ഈ വാഹനത്തിൽ ആ പേര് വായിക്കാൻ സാധിക്കുക. നമ്മളുടെ ദോസ്തിനൊക്കെ സമാനമായ ഒരു ഡിസൈനാണ് വാഹനത്തിലുള്ളത്. മുൻഭാഗത്തായി മോണ്ട്രയുടെ ഒരു ലോഗോ നൽകിയിട്ടുണ്ട്. EVയേറ്റർ എന്നാണ് പേര്.
ഇനി നമ്മൾ മോണ്ട്രയുടെ പവലിയനിലേക്ക് വരുമ്പോൾ രണ്ട് വലിയ ട്രക്കുകളുണ്ട്. റിനോ 5538 EV എന്ന് പറയുന്ന ഇലക്ട്രിക് ട്രക്ക് ഇവിടെ കിടപ്പുണ്ട്. മറ്റൊരു ട്രക്ക് നമുക്കിത് അപ്പുറത്തും കാണാം. ഇതുണ്ടോ, 100% ഇലക്ട്രിക് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ രണ്ട് വലിയ ട്രക്കുകൾ ഈ ഒരു മോണ്ട്രയുടെ പവലിയനിലുണ്ട് എന്നുള്ളതാണ്. ഈ മോണ്ട്ര എന്ന് പറയുമ്പോൾ നമ്മുടെ മുരുകപ്പ ഗ്രൂപ്പിൻ്റെയാണ്, തമിഴ്നാട്ടിൽ ബേസിലുള്ള മുരുകപ്പ ഗ്രൂപ്പിൻ്റെയാണ് ഈ ഒരു മോണ്ട്ര എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനങ്ങൾ ഇലക്ട്രിക് ആണ്. ഈ വാഹനം ഇതിപ്പോൾ ഒരു ഇലക്ട്രിക് ട്രക്കാണ്. റിനോ 2838 EV എന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ പേര് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതിനൊപ്പം തന്നെ, അതായത് ചാർജിങ് പോയിൻ്റാണ്, ചാർജ് ചെയ്യാൻ സാധിക്കുന്നതിനൊപ്പം തന്നെ ഇത് ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജി ഈ ഒരു വാഹനത്തിലുണ്ട് എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ബാറ്ററി മാറ്റി പുറത്തെടുത്ത് വെച്ച് ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് മോണ്ട്രയുടെ പവലിയനിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. വരാനിരിക്കുന്ന കുറേയധികം ഇലക്ട്രിക് വാഹനങ്ങൾ, ഓട്ടോയ്ക്ക് പുറമെ മറ്റ് പല വാഹനങ്ങളും മോണ്ട്രയുടെ ഈ ഒരു പവലിയനിൽ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ഭാരത് മൊബിലിറ്റി എക്സ്പോയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും ഡിജി ഡ്രൈവിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പുതിയ വാഹനം, പുതിയ വിശേഷങ്ങളോടെ പുതിയൊരു വീഡിയോയിൽ കാണാം. ബായ്.